വെൽക്കം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് റൂഫ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഡെഫിനിഷനും അതേപോലെ റൂഫിൻ്റെ എലമെൻസുമാണ്. എലമെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ ടേം സാങ്കേതിക പദങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനോട്ട് വരാം. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് റൂഫ്. ഏതൊരു ഭംഗിയില്ലാത്ത വീടിന് നല്ലൊരു റൂഫാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ നല്ലൊരു ലാൻഡ്സ്കേപ്പും കൂടിയും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. ഇനി ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഈ റൂഫ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഉയരം കൂടിയ തൂണുകളിലോ ഇല്ലെങ്കിൽ രണ്ട് വാളുകളിലോ ആയിരിക്കും. ഇനി നമ്മളൊരു റൂഫ് കൊടുക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വരുന്നത് ഡ്യൂറബിളാണ്, കൂടുതൽ കാലം നിൽക്കുന്നുണ്ടോ, അതേപോലെ വാട്ടർ പ്രൂഫാണോ, ഫയർ റെസിസ്റ്റൻസ് ആണോ, അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത്ത് വരുന്നുണ്ടോ. അപ്പം നമ്മൾ കൂടുതലായിട്ടും വരുന്നത് വാട്ടർ ടാങ്ക് എല്ലാം റൂഫിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ താങ്ങാൻ അതിന് ആ റൂഫിന് ശേഷിയുണ്ടോ നമ്മൾ നോക്കണം, സ്ട്രെങ്ത്ത് ഉണ്ടോ നമ്മൾ നോക്കണം. ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മളിത് എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂഫിൻ്റെ ധർമ്മം എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ നാച്ചുറൽ എലമെൻറ്റ്സ് ആയ വിൻഡ്, റെയിൻ, സ്നോ, സൺലൈറ്റ് എന്നിവയിൽ നിന്നും സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണ് റൂഫായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, പഴയ കാലങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓലകൾ, പിന്നെ ഷീറ്റുകൾ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓടുകൾ, ഗ്ലാസ്, RCC സ്ലാബ്, ഷിംഗിൾസ് തുടങ്ങിയവ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, പകുതിയിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് RCC സ്ലാബാണ്. പിന്നെ ഒരു കുന്നിൻ മേഖലകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിസോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് ഷിംഗിൾസാണ്. കാണാൻ ഒന്നുകൂടി അട്രാക്റ്റീവാണ്, അതൊന്ന് കാണാൻ നല്ലൊരു ഭംഗിയുള്ളതായിരിക്കും നമുക്ക് തോന്നുന്നത്. ഇനി നമ്മൾ റൂഫിൻ്റെ ഡിസൈനിലോട്ടാണ് വരുന്നതെങ്കിൽ ഫ്ലാറ്റ്, സ്ലോപ്പ്, ബോക്സ്, കർവ് ടൈപ്പ്, അങ്ങനെ പല ഡിസൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ലോപ്പ് റൂഫാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു മെയിൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു എലമെൻ്റാണ്. ഇപ്പോൾ നമുക്കൊരു 10-17 എലമെൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു എലമെൻറ്റ്സിലേക്ക് നമുക്ക് പോവാം. ഇനി സ്പാൻ, അതിൽ ഫസ്റ്റ് വരുന്നതാണത് സ്പാൻ എന്ന് പറയുന്നത്. സ്പാൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻറ്റർണൽ ഫേസ് ഓഫ് വാൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് വാളുകളിൽ സപ്പോർട്ട് ചെയ്യുന്നതാണിത് റൂഫ് എന്ന് പറയുന്നത്. ഇനി ആ രണ്ട് വാളുകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ഡിസ്റ്റൻസ് ആണ് ഇത് നമ്മൾ വിളിക്കുന്ന ക്ലിയർ സ്പാന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ട് സ്പാനുകൾ കാണാൻ കഴിയും, ക്ലിയർ സ്പാനും എഫക്റ്റീവ് സ്പാനും. ഇനി എന്താണ് ഈ ഒരു എഫക്റ്റീവ് സ്പാൻ? നമ്മൾ ക്ലിയർ സ്പാൻ പറഞ്ഞു, ഇനി എന്താണ് ഈ ഒരു എഫക്റ്റീവ് സ്പാൻ? രണ്ട് വാളുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ഇത് നോമിനൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ സ്പാൻ മനസ്സിലായിട്ടുണ്ടാവും, അതേപോലെ നോമിനൽ സ്പാനും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണത് നമ്മൾ സ്പാൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു എലമെൻറ്റിലേക്ക് വരാം, റൈസ്. ഇനി റൈസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് റിഡ്ജ് പീസ് ആൻഡ് വാൾ പ്ലേറ്റ്. അപ്പോൾ എന്താണ് റിഡ്ജ് പീസും അതേപോലെ എന്താണ് വാൾ പ്ലേറ്റും? ഫസ്റ്റ് നമുക്ക് റിഡ്ജ് പീസിലോട്ട് വരാം. റിഡ്ജ് പീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിനായിട്ട് പറയാം, നമ്മൾ ആർച്ചിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും രണ്ട് അബട്ട്മെൻറ്റുകൾ. അബട്ട്മെൻറ്റിൻ്റെ ആ രണ്ട് അബട്ട്മെൻറ്റിനെയും ഏറ്റവും ടോപ്പിലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പ്രിങ്ങിങ് ലൈൻ ഉണ്ട് അല്ലേ? ആ ഒരു സ്പ്രിങ്ങിങ് ലൈനിൻ്റെ സെൻറ്റർ തൊട്ട് ഉള്ളൊരു ഹൈറ്റിന് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, റൈസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ റൈസ് പോകുന്നത് ക്രൗണിലോട്ടാണ് അതെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ആ ഒരു റൂഫ് സ്പാൻ്റെ സെൻറ്റർ തൊട്ട് ഏറ്റവും സെൻറ്റർ വരുന്ന ഒരു പോർഷൻ, റൂഫിൻ്റെ ഒരു സെൻറ്റർ പോർഷനാണ് നമ്മൾ റിഡ്ജ് പീസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന ഒരു വുഡൻ മെമ്പറാണിത് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ആ റിഡ്ജ് മുതൽ വാൾ പ്ലേറ്റ് വരെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് ആണിത് റൈസ് എന്ന് പറയുന്നത്. ഇനി വാൾ പ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, വാളിൻ്റെ ഹൈറ്റ് നമുക്കറിയാം അല്ലേ, 3 മീറ്ററാണ്. ആ 3 മീറ്റർ കഴിഞ്ഞാൽ ഏറ്റവും വാളിൻ്റെ ടോപ്പിൽ വയ്ക്കുന്ന ആ വാളിന് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലാണ് നമ്മൾ വാൾ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാൾ പ്ലേറ്റ് മുതൽ റിഡ്ജ് പീസ് വരെ ഉള്ള വെർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് ആണിത് റൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ സ്പാനും റൈസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു എലമെൻ്റാണ് വരുന്നത് റിഡ്ജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും റൂഫിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ സെൻറ്ററിൽ വരുന്നൊരു പോർഷനാണിത് റിഡ്ജ് പീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വുഡൻ മെമ്പറാണിത് ഈ ഒരു റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റിഡ്ജ് എന്നുള്ളത് അല്ലേ. ഏറ്റവും സെൻറ്ററിൽ ഏറ്റവും ഹയസ്റ്റ് പോർഷനിൽ കൊടുക്കുന്ന ഒരു വുഡൻ മെമ്പറാണിത് നമ്മൾ വിളിക്കുന്ന റിഡ്ജ്. ആ ഒരു ലൈൻസാണ്, ഒരു അസ്യൂംഡ് ലൈനാണിത് റിഡ്ജ് ലൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു നാലാമത്തെ ഒരു എലമെൻ്റാണ് വരുന്നത് റാഫ്റ്റേഴ്സ്. ഇപ്പോൾ റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് വിച്ച് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്. അപ്പോൾ എന്താണ് ഈ ഈവ്സും എന്താണ് റിഡ്ജും? ഇപ്പോൾ റിഡ്ജ് നിങ്ങൾക്കറിയാം ഏറ്റവും ഹയസ്റ്റിൽ വരുന്ന ഒരു പോർഷനാണത് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഈവ്സ്? മേൽക്കൂരയുടെ ഒരു അരികിനെയാണ് നമ്മൾ ഒരു ഈവ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വാളിൽ നിന്നും കുറച്ച് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 20 ലാവ അല്ലെങ്കിൽ ഒരു 60 ലാവ. ഇപ്പോൾ നമ്മൾ സ്ലോപ്പ് റൂഫ് ഓടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 60ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ 60 പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആ ഒരു സ്ലോപ്പിൻ്റെ എൻഡ് പോയിൻ്റ് ആ ഒരു അരികിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈവ്സ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ് ഒരു വാസ്തുവിദ്യയുടെ ഒരു ശൈലിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തുണ്ടാവും നമ്മൾ അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ഈവ്സ്. അപ്പോൾ ഈ ഒരു ഈവ് മുതൽ ഈ ഒരു സ്ലോപ്പിൻ്റെ ഏറ്റവും എൻഡ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നൊരു വുഡൻ മെമ്പറാണിത് റാഫ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണിത് കോമൺ റാഫ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ റാഫ്റ്റേഴ്സ് പറഞ്ഞു എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഈവ്സ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണിത് റാഫ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഒന്നാണത് കോമൺ റാഫ്റ്റേഴ്സ്. ഇപ്പോൾ റാഫ്റ്റേഴ്സ് വിച്ച് സപ്പോർട്ട് റൂഫ് കവറിങ് ആൻഡ് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്. അപ്പോൾ ഇതും എന്താണ് ഈവ്സ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വുഡൻ മെമ്പറാണ്. അതേപോലെ തന്നെ റൂഫ് കവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണത് ഈ ഒരു കോമൺ റാഫ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവും. കോമൺ റാഫ്റ്റേഴ്സ് എന്നുള്ള ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കോമൺ റാഫ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്, ഈവ്സ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതേപോലെ റൂഫ് കവേഴ്സ് ഏതിനാണ്? റൂഫ് കവേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണത് ഈ ഒരു കോമൺ റാഫ്റ്റേഴ്സ് എന്നുള്ളത്. ഇനി പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ്. റാഫ്റ്റേഴ്സ് വിച്ച് സപ്പോർട്ട് പർലൈൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റാഫ്റ്റർ, കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് റാഫ്റ്റേഴ്സും കാണാൻ കഴിയുന്നുണ്ടാവും. കോമൺ റാഫ്റ്ററും ഉണ്ട്, പ്രിൻസിപ്പൽ റാഫ്റ്ററും ഉണ്ട്. ഈ രണ്ട് റാഫ്റ്റേഴ്സിൻ്റെയും ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ആ ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണിത് പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പർലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വുഡൻ മെമ്പറാണിത് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ജാക്ക് റാഫ്റ്റേഴ്സ് ആണ്. അപ്പോൾ റാഫ്റ്റേഴ്സ് ഷോർട്ടർ ദ കോമൺ റാഫ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഇത്ര കുറച്ച് റാഫ്റ്റേഴ്സ് പറഞ്ഞു, റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ, കോമൺ റാഫ്റ്റേഴ്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ കോമൺ റാഫ്റ്റർ പറഞ്ഞു ഈവ്സ് മുതൽ റിഡ്ജ് വരെ നിൽക്കുന്ന, അതുപോലെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വുഡൻ മെമ്പറാണ് കോമൺ റാഫ്റ്റർ എന്നുള്ളത് അല്ലേ. ഈ ഒരു കോമൺ റാഫ്റ്ററിനേക്കാളും താരതമ്യേന വലിപ്പം കുറവായിരിക്കും ജാക്ക് റാഫ്റ്റർ. അതായത് ഹിപ്പ് റാഫ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന വലിപ്പം കുറഞ്ഞ, ഏറ്റവും താരതമ്യേന വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു റാഫ്റ്ററാണ് ഇത് ജാക്ക് റാഫ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ. ഇതിൽ പറയുന്നത് റാഫ്റ്റർ പ്രൊവൈഡഡ് ഓൺ ദ ജംഗ്ഷൻ ഓഫ് ടു സ്ലോപ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും റാഫ്റ്റേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുണ്ടാവും. അതില്ലാതെ വേണ്ടി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് കുറേ സ്ലോപ്സ് വരുന്നുണ്ട് അല്ലേ നമുക്ക് റൂഫിന്. അപ്പോൾ ഇത്രയും സ്ലോപ്പ് വരുമ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വുഡൻ മെമ്പറാണ് ഏത് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഒരു റാഫ്റ്റർ തന്നെയാണ്, അതിനെ വിളിക്കുന്നതാണത് ഹിപ്പ് റാഫ്റ്റർ. ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹിപ്പ് റാഫ്റ്റർ. കോമൺ റാഫ്റ്റേഴ്സിൻ്റെ ഏറ്റവും ചെറുത് ജാക്ക് റാഫ്റ്റർ,
ഏറ്റവും വലുത് കോമൺ റാഫ്റ്റർ, അതായത് ഈസ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റൻഡ് നിൽക്കുന്ന കോമൺ റാഫ്റ്റർ. ഇനി കോമൺ റാഫ്റ്ററിൻ്റെ ഏറ്റവും താഴെയാണിത് പ്രിൻസിപ്പൽ റാഫ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്ററിലായിരിക്കും നമ്മൾ പർലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എലമെൻറ്റിലേക്ക് നോക്കാം, ബാറ്റേൺസ്. ബാറ്റേൺസ് എന്ന് പറഞ്ഞാൽ വുഡൻ പ്ലാങ്ക് ഓൺ വിച്ച് റൂഫ് കവറിങ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ റൂഫ് കവേഴ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള ഇതിലാണ് ഈ ഒരു ബാറ്റേണിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഓടിട്ടൊരു റൂഫാണ്. ഈ ഓടുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഇതിലാണ്, ഈ ഒരു ബാറ്റേൺസിലായിരിക്കും. ഓക്കെ, നമുക്ക് ഓട് ഭാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ഓട് വെക്കുന്ന ഇതിലാണ്, ഈ ഒരു ബാറ്റേൺസിലായിരിക്കും. അതായത് ഈ ഒരു റൂഫിൻ്റെ എൻ്റെ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ബാറ്റേൺ പ്രൊവൈഡ് ഉണ്ടാവും. ചെറിയൊരു പട്ടിക കഷ്ണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പട്ടിക കഷ്ണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു പട്ടിക കഷ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബാറ്റേൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എലമെൻ്റാണ് വരുന്നത് ക്ലീറ്റ്. ഇപ്പം നമ്മൾ 2 റാഫ്റ്റേഴ്സ് പറഞ്ഞായിരുന്നു അല്ലേ, കോമൺ റാഫ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർലിൻ സപ്പോർട്ട് ചെയ്യുന്നത് ഏതിലാണ്, ഈ ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിലാണ്. അങ്ങനെ ഈ ഒരു പർലിൻ സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കൊടുക്കുന്നൊരു ചെറിയൊരു വുഡൻ മെമ്പറാണ് ഇത് ക്ലീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു ചെറിയൊരു വുഡൻ മെമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു ക്ലീറ്റ് എന്നുള്ളത്. ആ ക്ലീറ്റ് പർലിന് ഏറ്റവും താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. പർലിൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇത് ക്ലീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോമൺ റാഫ്റ്റേഴ്സിൻ്റെയും പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിൻ്റെയും ഇടയിൽ വരുന്നതാണത് പർലിൻ. ആ പർലിനെ തടുത്ത് നിർത്താൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണത് ക്ലീറ്റ്. പർലിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണത് പർലിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാം കാണുന്നുണ്ട്, പർലിൻ കാണുന്നുണ്ട്, ക്ലീറ്റ് കാണുന്നുണ്ട്, കോമൺ റാഫ്റ്റേഴ്സും കാണുന്നുണ്ട്, റാഫ്റ്റേഴ്സും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എലമെൻ്റാണ് വരുന്നത് പിച്ച് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റെയർസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സ്റ്റെയറിൻ്റെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് 30 മുതൽ 35 വരെയാണ് നമ്മളിതിന് പ്രൊവൈഡ് ചെയ്യുക ആംഗിളായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് പിച്ചിങ് പോയിൻ്റ് അല്ലേ, അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് എത്ര ഡിഗ്രി വേണമെന്നുള്ളത്. നമുക്ക് അതിലും കൂടുതൽ കൊടുക്കാറുണ്ട് കേട്ടോ, അത് ഓരോ ബിൽഡിങ്ങിനനുസരിച്ച് നിൽക്കും. പക്ഷേ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന 30 മുതൽ 35 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് റൂഫിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എത്ര ചേരിച്ച് കൊടുക്കണം എന്നുള്ളത് നോക്കുന്നതാണിത് നമ്മൾ പിച്ച് പറയുന്നത്. ഏറ്റവും വാളിൻ്റെ ഒരു എൻഡ് പോയിൻ്റായിട്ട് വരുന്നതാണിത് പിച്ചിങ് പോയിൻ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എലമെൻ്റാണിത് പർലിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏത് ക്ലീറ്റ്, കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് അല്ലേ. ക്ലീറ്റ് എന്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു, പർലിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണത് ക്ലീറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പർലിൻ എന്താണെന്ന് നോക്കാം. ദ മെമ്പർ ഫിക്സ്ഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റർ എലോങ് ദ ലെങ്ത് ഓഫ് റൂഫ് ക്യാരി കോമൺ റാഫ്റ്റേഴ്സ് ഓർ റൂഫ് കവറിങ്. റൂഫ് കവേഴ്സിനെ ക്യാരി ചെയ്ത് നിൽക്കുന്നതാണത് ഈ പർലിൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എൻ്റെ ലെങ്ത്തിൽ നമ്മൾ എന്തുണ്ടാവും, ഈ ഒരു പർലിൻ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ എവിടെയൊക്കെ റൂഫ് അല്ലെങ്കിൽ റൂഫ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഈ ഒരു പർലിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂഫ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എലമെൻ്റാണ് വരുന്നത് ഏത് ഈവ് ബോർഡ് എന്നുള്ളത്. അപ്പോൾ ഈവ് ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് റൂഫ് ബിയോണ്ട് ദ സർഫസ് ഓഫ് വാൾ ഈസ് ഈവ് and the wooden board which covers the ends of common rafters. അപ്പോൾ റാഫ്റ്റേഴ്സുകളുടെ അറ്റം മൂടുന്ന അല്ലെങ്കിൽ എൻഡ് ഉണ്ടായിരിക്കാം, ആ എൻഡ് മറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വുഡൻ ബോർഡുകളാണിത് ഈവ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് 60 ആയിരിക്കാം അല്ലെങ്കിൽ 20 ആയിരിക്കാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നത് ഒരു മെമ്പറാണിത് കോമൺ റാഫ്റ്റേഴ്സാണ് നമുക്ക് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കോമൺ റാഫ്റ്റേഴ്സിൻ്റെ അഗ്നം ഒരു എൻഡ് മൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കാണാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോർഡാണത് ഈ ഒരു ഈവ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണത് വാലീസ്. നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണിത് വാലി എന്ന് വിളിക്കുന്നത്.
ഇനി ഇതെന്താണെന്ന് നോക്കാം. വെൻ ടു സ്ലോപ്സ് മീറ്റ് ടുഗദർ മേക്സ് ആൻ ഇൻറ്റേർണൽ ആംഗിൾസ്. ഇപ്പോൾ നമ്മൾ കുറേ റൂഫ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ റൂഫ് പല സൈഡ്സും വരുന്നുണ്ട്. പല ഡയറക്ഷനിലേക്കും പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അതായത് കണക്റ്റ് ആകുമ്പോൾ ഒരു ഇൻറ്റേർണൽ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണത് വാലീസ് എന്ന് വിളിക്കുന്നത്. റൂഫ് വാലീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ ആംഗിളിൽ കണക്റ്റ് ചെയ്യുന്ന രണ്ട് റൂഫുകൾ തമ്മിൽ ഇൻറ്റേർണൽ ആംഗിളിൽ കണക്റ്റ് ആകുമ്പോൾ അവരുണ്ടാകുന്ന ഒരു ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന വാലീസാണത് നമ്മൾ റൂഫ് വാലീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് വാൾ പ്ലേറ്റ് ആണ്. എ ലോങ് വുഡൻ മെമ്പർ എംബഡഡ് ഓൺ ടോപ്പ് ഓഫ് വാൾ ടു റിസീവ് കോമൺ റാഫ്റ്റേഴ്സ്. അപ്പോൾ വാൾ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിൻ്റെ മുഴുവൻ ലെങ്ത്തിലും എവിടെയൊക്കെ വാളുണ്ടോ അതിൻ്റെ എല്ലാ ടോപ്പിലും എൻ്റയർ ലെങ്ത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വുഡൻ പീസാണ് വാൾ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു വാൾ പ്ലേറ്റിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വുഡൻ മെമ്പറിലായിരിക്കും നമ്മൾ കോമൺ റാഫ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ധർമ്മം എന്ത് വെച്ച് കഴിഞ്ഞാൽ വാളിന് മറ്റു കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വുഡൻ മെമ്പറാണിത് നമ്മൾ വിളിക്കുന്ന ഒരു വാൾ പ്ലേറ്റ് എന്നുള്ളത്. അതായത് എവിടെയൊക്കെ വാളുണ്ടോ ആ ഒരു എൻ്റെ ലെങ്ത്തിൽ ടോപ്പിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വുഡൻ മെമ്പറാണിത് അല്ലെങ്കിൽ വുഡൻ പീസാണിത് നമ്മൾ വിളിക്കുന്ന ഒരു വാൾ പ്ലേറ്റ് എന്നുള്ളത്. ഓക്കെ. ബാർജ് ബോർഡുകൾ. ബാർജ് ബോർഡ് എന്ന് കഴിഞ്ഞാൽ ദ വുഡൻ പ്ലാങ്ക്സ് ഓർ ബോർഡ്സ് വിച്ച് ആർ ഓൺ ദ ഗേബിൾ എൻഡ് ഓഫ് എ റൂഫ്. മേൽക്കൂരയുടെ പ്രൊജക്റ്റിംഗ്. ഇപ്പോൾ മേൽക്കൂര നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 20 അല്ലെങ്കിൽ 60. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റിംഗ് ഗേബിളുകൾക്ക് കരുത്തും അതായത് കൂടുതൽ സ്ട്രെങ്ത്തും അതേപോലെ സേഫ്റ്റി നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു തിരശ്ചീനമായ ഒരു വുഡൻ ബോർഡുകളായിരിക്കും ഇത്, അല്ലെങ്കിൽ ആ റാഫ്റ്റേഴ്സിനെ മറച്ചു വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വുഡൻ ബോർഡുകളാണ് ബാർജ് ബോർഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കതിന് പല മെറ്റീരിയലായിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സിമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ബാർജ് ബോർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് ഇപ്പോൾ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ ബാർജ് ബോർഡുകൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങനെ പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് എലിവേഷൻ കാണുമ്പോൾ ആ ഗേബിൾ എൻഡ് എങ്ങനെയാണ് വരുന്നത്, ഒരു വി ഷേപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു റാഫ്റ്റേഴ്സിനെ മറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണത് ഈ ഒരു ബാർജ് ബോർഡ് എന്നുള്ളത്. ഇനി പറയുന്നത് വെർജ് ആണ്. ദ എഡ്ജ് ഓഫ് എ റൂഫ് റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഡ്രൈ വെർജും കാണാം, ഡ്രൈ റിഡ്ജും കാണാം. ഇനി ഡ്രൈ റിഡ്ജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടാർ ഒന്നും ഉപയോഗിക്കാതെ മേൽക്കൂരയിലേക്ക് റിഡ്ജ് ടൈലുകളോ അല്ലെങ്കിൽ ഹിപ്പ് റിഡ്ജ് ടൈലുകളോ യാന്ത്രികമായിട്ട് ശരിയാക്കുന്ന ഒരു രീതിയാണ് ഡ്രൈ റിഡ്ജ് എന്ന് വിളിക്കുന്നത്. മോട്ടാറൊന്നും ഉപയോഗിക്കാതെ മേൽക്കൂരയിലേക്ക് റിഡ്ജ് ടൈലുകളോ അല്ലെങ്കിൽ ഹിപ്പ് റിഡ്ജ് ടൈലുകളോ യാന്ത്രികമായി ശരിയാക്കുന്ന ഒരു രീതിയാണ് ഡ്രൈ റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഡ്രൈ വെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കൂരയുടെ ചരിവുകളുടെ വശത്ത് നമ്മൾ ആ ഒരു സ്ലോപ്പ് കൊടുക്കുന്ന ആ ഒരു എൻഡിൽ, റൂഫ് ടൈലുകളുടെ എൻഡിൽ കൊടുക്കുന്നൊരു ഉൽപ്പന്നമാണ് ഡ്രൈ വെർജ് എന്ന് വിളിക്കുന്നത്. ഇത് പലപ്പോഴായിട്ടും ഇരട്ട പിച്ച് മേൽക്കൂരയിലെ ഗേബിൾ എന്നാണ് പറയുന്നത്. അതായത് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി, അത് അല്ലെങ്കിൽ അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു ഉൽപ്പന്നമാണ് നമ്മൾ ഡ്രൈ വെർജ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണത് ഗേബിൾ. ദ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാൾ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു റൂഫ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ലോപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ വാളിൽ നിന്ന് നമ്മൾ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു ചെറിയൊരു പോർഷൻ ഒഴിഞ്ഞിടക്കേണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു എലിവേഷൻ നമുക്ക് കാണാൻ കഴിയും എന്തായിരിക്കും, വി ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗേബിൾ എന്ന് വിളിക്കുന്നത്. വാളിൻ്റെ ഏറ്റവും മേലും അതേപോലെ തന്നെ നമ്മൾ റൂഫും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ പാർട്ട് നമുക്ക് കിട്ടും. ആ ഒരു ട്രയാങ്കുലർ പാർട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗേബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ.